Meet the editors. ഹലോ, ഗുഡ് ഈവനിംഗ്. പ്രതിദിന വാർത്താ വിശകലന പരിപാടി മീറ്റ് ദി എഡിറ്റേഴ്സ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഒന്നിച്ചു നിന്ന് തടയണ്ടേ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ, തുടർച്ചയായിട്ട് വരുന്ന അക്രമങ്ങളുടെ വാർത്തകൾ തിരുവനന്തപുരത്ത് സ്കൂളിൽ നിന്ന്, പത്തനംതിട്ടയിൽ സ്കൂളിൽ നിന്ന്, ഇന്നിപ്പോൾ പാലക്കാട് ITയിൽ നിന്ന്, താമരശ്ശേരിയിൽ നിന്ന് മുഹമ്മദ് ഷഹബാസിൻ്റെ മരണം, ഇത് നേരത്തെ തന്നെ വയനാട്ടിലെ തന്നെ ഒരു അധ്യാപകൻ പോസ്റ്റിൽ കുറിച്ചിരുന്നു. ഒരു വിദ്യാർത്ഥി മരിക്കുന്നത് വരെ ഇതാരുടെയും ശ്രദ്ധയിൽപ്പെടില്ല. നിരന്തരം സംഘർഷം നടക്കുന്നൊരവസ്ഥയുണ്ടാകുന്നു. കൗമാരങ്ങൾക്ക് ഇത് എന്തു പറ്റി എന്നതാണ് ചോദ്യം. എല്ലാവരും ഇപ്പോൾ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. സർക്കാർ ഒരു പ്രധാന വിഷയമായി എടുക്കുന്നു, പ്രതിപക്ഷവും ഒരു പ്രധാനപ്പെട്ട വിഷയമായി എടുക്കുന്നു. ഒന്നിച്ചു നിന്ന് എതിർക്കണ്ടേ? ഒന്നിച്ചു നിന്ന് എതിർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സാഹചര്യത്തിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നതെന്ന കാര്യത്തിലൊരു സംശയമില്ല. ഇപ്പോൾ നോക്കൂ, 2023 മെയ് മാസം കേരളത്തിൽ ഞെട്ടിച്ച ഒരു വാർത്ത സംഭവിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഓർമ്മയിൽ അത് എത്രത്തോളം ഉണ്ട് എന്നെനിക്കറിയില്ല. എന്തായാലും അത് നമ്മുടെ ഒരു ഓർമ്മയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. 2023 മെയ് മാസത്തിൽ വന്നിരിക്കുന്ന ആ വാർത്ത എന്ന് പറയുന്നത് കൃത്യം 2 വർഷം മുമ്പാണ്. ആ വാർത്ത എന്ന് പറയുന്നത് കൊച്ചി തീരത്ത് ഒരു കപ്പൽ കേന്ദ്ര നാവികസേനയുടെ സഹായത്തോടെ കേന്ദ്ര നാർക്കോട്ടിക് ഏജൻസി പിടിച്ചെടുത്തു. കപ്പലല്ലൊരു ബോട്ടാണ്. ആ ബോട്ട് പിടിച്ചെടുത്തപ്പോൾ അതിൽ നിന്ന് കണ്ടെടുത്തത് 2025 കിലോഗ്രാം മെത്താഫിറ്റമിൻ എന്ന് പറയുന്ന സിന്തറ്റിക് ഡ്രഗാണ്. 2025 കിലോഗ്രാം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 200 ക്വിൻ്റലിന് മുകളിൽ 135 ചാക്കുകെട്ടുകളിലായിട്ടാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. ഈ സിന്തറ്റിക് ഡ്രഗ് 2 വർഷം മുമ്പാണ്. 2 ദിവസം എടുത്തു നമ്മുടെ കേന്ദ്ര ഏജൻസി ഇതിൻ്റെ വില കണക്ക് കൂട്ടി തിട്ടപ്പെടുത്താൻ. എത്രയാണെന്നറിയോ ഇതിൻ്റെ വില? 25,000 കോടി രൂപ. 25,000 കോടി രൂപയുടെ 2025 കിലോഗ്രാം വരുന്ന സിന്തറ്റിക് ഡ്രഗ് പാകിസ്ഥാനിൽ നിന്നുള്ളൊരു ബോട്ട് വഴിയാണ് കൊച്ചിയുടെ തീരത്തെത്തിയത്. അത് കേന്ദ്ര നാവികസേനയുടെ സഹായത്തോടെ നമ്മുടെ നർക്കോട്ടിക്സ് ഏജൻസി കണ്ടുപിടിക്കുകയും ചെയ്തു. ഈ 2 കണക്കുകളും എടുത്തു നോക്കിയേ. 2025 കിലോഗ്രാം, 200 ക്വിൻ്റൽ, അതേപോലെ 25,000 കോടി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാർക്കറ്റ് എത്രയാണെന്നാണ് ഈ വിചാരം? ലഹരി മാഫിയയുടെ മാർക്കറ്റ്. അത് കേരളത്തിൽ മാത്രമായിട്ട് ഉപയോഗിക്കണമെന്നില്ല, മറ്റ് സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ അത് സർക്കുലേറ്റ് ചെയ്യപ്പെടാം. എന്നാലും കേരളത്തിൻ്റെ തീരത്തേക്ക് 200 ക്വിൻ്റൽ മയക്കുമരുന്ന് വരുന്നു, 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് വരുന്നു എന്ന് പറയുമ്പോൾ കേരളം അകപ്പെട്ടിരിക്കുന്നൊരു കെണി എന്ന് പറയുന്നത് ചെറിയ കെണിയാണോ? ലഹരി മാഫിയ എന്ന് പറയുന്നത് ചെറിയൊരു മാഫിയാണോ? മുമ്പൊക്കെ നമ്മൾ ഈ പറയുന്ന സ്പിരിറ്റ് മാഫിയയെക്കുറിച്ചാണല്ലോ സംസാരിച്ചു കൊണ്ടിരുന്നത്. സ്പിരിറ്റ് ലോബി, സ്പിരിറ്റ് മാഫിയ. ഇപ്പോൾ അതൊക്കെ മാറിയിരിക്കുന്നു. കഴിഞ്ഞൊരു 10 വർഷം കൊണ്ട് കേരളം എന്ന് പറയുന്നത് ലഹരി മാഫിയയുടെ കയ്യിലായിരിക്കുന്നു. അതിൻ്റെ ഒരു വലിയ മാർക്കറ്റ് കേരളത്തിലുണ്ടായിരിക്കുന്നു. 25,000 കോടി രൂപയുടെ മയക്കുമരുന്ന് ഒരു രാജ്യത്ത് നിന്ന് കേരളത്തിലേക്ക് വരണമെങ്കിൽ ഇവിടെ അതിനൊരു ഉപഭോക്താക്കൾ ഉണ്ടാകണമല്ലോ, ഇവിടെ അതിനൊരു മാർക്കറ്റ് ഉണ്ടാകണമല്ലോ, ഇതിങ്ങനെ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു നെറ്റ്വർക്ക് ഉണ്ടാകണമല്ലോ. അപ്പോൾ ഈ സൗകര്യങ്ങൾക്കുള്ളൊരു സ്ഥലമായിട്ട് കഴിഞ്ഞ ഒരു 10 പതിറ്റാണ്ടിനുള്ളിൽ കേരളം മാറിയിരിക്കുന്നു എന്നുള്ളതല്ല ഈ വാർത്ത നമ്മളുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്ന വസ്തുത എന്ന് പറയുന്നത്. എന്ന് മാത്രമല്ല, 2023 സംസ്ഥാന സർക്കാർ പുറത്തുവിട്ടിരിക്കുന്ന ഒരു സർവേ റിപ്പോർട്ടുണ്ട്. നമ്മൾ ഇത് ഏത് വിഭാഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ മയക്കുമരുന്ന് കടത്തപ്പെടുന്നത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് 2023 എക്സൈസ് വകുപ്പ് പുറത്തേക്ക് വിട്ടിരിക്കുന്ന സർവേ റിപ്പോർട്ട്. ആ സർവേ റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഡി അഡിക്ഷൻ സെൻ്ററിലുള്ള ആളുകൾ, അതേപോലെ തന്നെ ഈ മയക്കുമരുന്ന് വിഷയത്തിൽ പിടിക്കപ്പെട്ട ആളുകൾ, ഇവരുമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള സർവേയാണ്. ആ സർവേ പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൽ 70% പേര്, 70% ആളുകളെന്ന് പറയുന്നത് 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ളവരാണ്. എന്ന് വെച്ചാൽ ഈ ലഹരി മാഫിയ കേരളത്തിൽ പിടിമുറുക്കുമ്പോൾ അതൊരു വലിയ ലഹരി കമ്പോളമായി കേരളത്തെ മാറ്റുമ്പോൾ ആ കമ്പോളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉപഭോക്താക്കളായിട്ട് മാറുന്നത് 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലുള്ള കുട്ടികളാണ് എന്നുള്ളതാണ്. ആ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നത്? ആ കുട്ടികൾ പഠിക്കുന്നത് സ്കൂളുകളിലാണ്. 70% ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് 10 വയസ്സിനും 15 വയസ്സിനും ഇടയിലാണ്. ഇനി 20% ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് 15 വയസ്സിനും 19 വയസ്സിനും ഇടയിലാണ്. 15 വയസ്സിനും 19 വയസ്സിനുള്ള ആളുകൾ എവിടെയാണ് പഠിക്കുന്നത്? കോളേജിലാണ് പഠിക്കുന്നത്. ഇനി ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു വിവരം കൂടി ആ സർവേ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇത് ഗവൺമെൻറ് ഓഫ് കേരളയുടെ സർവേയാണ്. 10%, ബാക്കിയുള്ളത് 10%ആണല്ലോ. ഈ 10%ൻ്റെ ഗുണഭോക്താക്കളെ 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളാണ്. ഇതാണ് ഞെട്ടിക്കുന്ന സർവേ. 2 വർഷം മുമ്പ് വന്ന 2 വാർത്തകളാണ് ഞാൻ ഈ പറയുന്നത്. 25,000 കോടിയുടെ ഒരു കമ്പോളം സെറ്റാക്കിയിരിക്കുന്നു. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണഭോക്താക്കളായിട്ട് വരുന്നത് 10 വയസ്സ് മുതൽ 20 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളാണ്. അങ്ങനെയാണ് കേരളം ഇത്രയും വലിയൊരു ദുരൂഹമായ അപകടകരമായ സാഹചര്യത്തിലേക്ക് വന്നിരിക്കുന്നത്. 2 വർഷം മുമ്പുള്ളൊരു കണക്കാണ് ഞാൻ ഈ പറയുന്നത്. ഇത് ചെറിയൊരു കാര്യമല്ല. അപ്പോൾ നമ്മുടെ ഈ പറയുന്ന സ്കൂളുകൾ കേന്ദ്രീകരിച്ച്
കോളേജുകൾ കേന്ദ്രീകരിച്ചാണ് ലഹരി മാഫിയ പിടിമുറുക്കിയിരിക്കുന്നത്. 35 വയസ്സിന് മുകളിൽ, അല്ലെങ്കിൽ 40 വയസ്സിന് മുകളിൽ, 25 വയസ്സിന് മുകളിൽ ഒക്കെയുള്ള ആളുകൾ ഇതിനകത്ത് വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ആദ്യം പുകവലിയായി, പിന്നീട് കഞ്ചാവായി ഒക്കെ ഇത് രംഗപ്രവേശം ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ കഞ്ചാവ് എന്ന് പറയുന്നില്ല, ഹാഷിഷ് എന്ന് പറയുന്നില്ല, ബ്രൗൺ ഷുഗർ എന്ന് പറയുന്നില്ല, നമ്മളിപ്പോൾ സിന്തറ്റിക് ഡ്രഗുകൾ എന്നാണ് പറയുന്നത്, രാസലഹരികൾ എന്നാണ് പറയുന്നത്. ആ ഒരു സ്ഥലത്തേക്ക് ഈ കുട്ടികളെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും അപകടകരമായിട്ടുള്ള കാര്യം. നമ്മളിതിപ്പോൾ ചർച്ച ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന രാസലഹരിക്ക് അടിപ്പെടുന്നു എന്നുള്ളത് വലിയ വിപത്ത്. ആ അടിപ്പെടുന്ന വിഭാഗം ക്രിമിനലുകളായി മാറി വലിയ കൊലപാതകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണല്ലോ രണ്ടാമത്തെ വിപത്ത് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളൊരു ലഹരി അഡിക്റ്റാണ് എങ്കിൽ നിങ്ങൾ മാത്രമാണ് നശിക്കുന്നതെന്ന് പറയാം. പക്ഷേ അവിടെ അവസാനിക്കുന്നില്ലല്ലോ ഈ പ്രശ്നം. അവിടെ നിന്ന് മറികടന്നുകൊണ്ട് ഈ ലഹരിയുടെ റാക്കറ്റായി പ്രവർത്തിക്കുക, അത് വാങ്ങാൻ പണമില്ലാതാകുമ്പോൾ പിന്നെ മോഷണങ്ങളിലേക്ക് പോവുക, പിന്നെ കൊലപാതകങ്ങളിലേക്ക് പോവുക, പിന്നെ എന്ത് തരത്തിലുള്ള ക്രിമിനൽ ആക്ടിവിറ്റിക്കും സംഭവിക്കുക. അപ്പം ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന കൊലപാതകങ്ങളുടെയൊക്കെ ഒരു സ്വഭാവം എന്താണ്? അതിനകത്തൊക്കെ ക്രൂരമായൊരു മനോനിലയില്ലേ? ഇപ്പോൾ താമരശ്ശേരിയിൽ ആ കുട്ടിയെ നഞ്ചക്കൊണ്ട് അടിച്ചു എന്നാണല്ലോ പറയുന്നത്. അതുമാത്രമല്ലോ, താഴത്തിട്ടിട്ട് തലക്കിങ്ങനെ ചവിട്ടുകയാണല്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബ്രെയിൻ ഡെത്ത് ഉണ്ടാകുമെന്ന് നമ്മൾ ഇന്നലെ തന്നെ നമുക്ക് കൃത്യമായ വിവരമുണ്ടല്ലോ. ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കാൻ കഴിയുന്നൊരു മനോനിലയിലേക്ക് നിങ്ങൾ മാറണ്ടേ? ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? ഇപ്പം പിന്നെ ഗാന്ധിനഗറിലെ നഴ്സിംഗ് കോളേജിലെ റാഗിങ്ങിൻ്റെ സ്വഭാവം എന്താ? കോമ്പസ് കൊണ്ട് ഇങ്ങനെ വരയുകയാണ് ശരീരത്ത്. അതൊരു വലിയ എന്നുവെച്ചാൽ അതൊരു പ്രത്യേക മാനസിക നിലയിലേക്ക് എത്തിയെങ്കിലേ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം വളരെ പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രകോപനത്തിൽ ഒരാളൊരു കയ്യിലിരിക്കുന്ന ഒരു കല്ലെടുത്ത് മറ്റൊരാളെ അടിച്ചു, അയാൾ മരിച്ചുപോയി എന്നൊക്കെ നമുക്ക് പറയാം. അതൊരു സഡൻ ആക്ഷനാണ്, ഒരു സഡനായിട്ടുള്ള പ്രകോപനത്തിൻ്റെ ഭാഗമായിട്ട് സംഭവിക്കുന്നതാണ്. പക്ഷേ ഇത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുക? അങ്ങനെ ചെയ്യണമെങ്കിൽ നിങ്ങളൊരു പ്രത്യേകമായ മാനസിക നിലയിലേക്ക് എത്തണം. ആ മാനസിക നിലയിലേക്ക് നിങ്ങളെ എത്തിക്കുന്നത് ഈ പറയുന്ന ലഹരിയാണോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താ അറിയുമോ? അപ്പോൾ കൊച്ചി തന്നെ എടുത്താൽ കൊച്ചിയിലെ പത്രങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കിയാൽ പ്രാദേശിക പേജിൽ എല്ലാ ദിവസവും ഈ പറയുന്ന സിന്തറ്റിക് ഡ്രഗ് പിടിച്ചെടുത്തതായിട്ടുള്ള വാർത്തകളുണ്ടാവും. 10 ലക്ഷത്തിൻ്റെ സിന്തറ്റിക് ഡ്രഗ് പിടിച്ചു, രാസലഹരി പിടിച്ചു, ഇങ്ങനെ കുറേ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനകത്തൊക്കെ കുറേ പേര് അറസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഇവരെ ശിക്ഷിക്കപ്പെടുന്നുണ്ട്. ഇപ്പം നമ്മളുടെ ലോ എൻഫോഴ്സ്മെൻറ്റും അതുപോലെ കൺവിക്ഷൻ റേറ്റും കേരളത്തിൽ മുമ്പിലാണ് നമ്മൾ കേട്ടോ. കേരളത്തിൽ മുമ്പിലാണ് നമ്മൾ. കാരണം 2016 6000 NDPC കേസുകളാണ് ഉണ്ടായിരുന്നതെങ്കിൽ 2024 ആയപ്പോൾ അത് 30,000 വർദ്ധിച്ചിട്ടുണ്ട്. 30,000 വർദ്ധിക്കുന്നത് ഒരു കേമപ്പെട്ട കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത്തരം കേസുകൾ നമ്മൾ കണ്ടെത്തുകയും പിടിക്കുകയും ആളുകൾ അറസ്റ്റ് ചെയ്യുകയും നമ്മുടെ കൺവിക്ഷൻ റേറ്റ് വളരെ കൂടുതലാണ് രാജ്യത്ത് തന്നെ. നമ്മൾ അവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അവിടെയാണ് അത് അവസാനിക്കുന്നത് എന്നുള്ളതാണ് പ്രശ്നം. അതിനപ്പുറത്തേക്ക് ഇതിൻ്റെ സോഴ്സ് കണ്ടെത്തുന്നതിലേക്ക് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രശ്നമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഒരു എക്സൈസ് ഇൻ്റലിജൻസിൻ്റെ ഒരു അഭാവം വളരെ ശക്തമായിട്ട് കേരളത്തിലുണ്ട്. എക്സൈസ് ഇൻ്റലിജൻസ് എത്രമാത്രം ഭംഗിയായിട്ട് നടക്കുന്നു എന്നുള്ളതിനകത്തൊരു പ്രശ്നവുമുണ്ട്. അത് സർക്കാർ തന്നെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അതെന്ന് വെച്ചാൽ വേണ്ടത്ര സ്റ്റാഫില്ല, വേണ്ടത്ര നെറ്റ്വർക്കിംഗ് ആ മേഖലയിലില്ല. പക്ഷേ അതൊക്കെ വളരെ ഗൗരവമായിട്ട് സർക്കാർ എടുക്കാൻ പോകുന്നു എന്ന് പറയുന്നു, നല്ലത്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതുകൊണ്ട് മാത്രം ഈ ലോ എൻഫോഴ്സിംഗ് എന്ന് പറയുന്നത് നടക്കില്ല. ഒരു സമൂഹത്തിനൊരു പൊതുവായിട്ടുള്ള ജാഗ്രത ഉണ്ടാകണം. സമൂഹത്തിൻ്റെ പൊതുജാഗ്രത ഉണ്ടെങ്കിൽ മാത്രം. ഇപ്പം ഞാൻ പറയാമല്ലോ, ഇപ്പോൾ സ്കൂളുകളിൽ നിങ്ങളെ നിരീക്ഷിക്കാം. വലിയ നിരീക്ഷണ സംവിധാനങ്ങൾ നമുക്ക് സ്കൂളുകളിൽ ഉണ്ടാക്കാം. സ്കൂളുകൾക്ക് ചുറ്റുമുള്ള പ്രദേശങ്ങളിലെ കടകൾ റെയ്ഡ് ചെയ്യാം. അവിടെ അനാവശ്യമായിട്ട് ആളുകൾ വന്നു പോകുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. കുട്ടികൾ അനാവശ്യമായി പുറത്തേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കാം. ഇതെല്ലാം നമുക്ക് ചെയ്യാം. പക്ഷേ സ്കൂളിൽ എത്ര സമയമാണ് നിങ്ങൾ ചെലവഴിക്കുന്നത്? സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പോകുന്ന സ്ഥലത്തേക്ക് എന്ത് നിരീക്ഷണമാണ് നമുക്ക് നീട്ടാൻ കഴിയുന്നത്, എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്നത്? ഇനി വീടുകളിൽ സംഭവിച്ചാൽ എങ്ങനെയാണത് മോണിറ്റർ ചെയ്യാൻ കഴിയുന്നത്? ഈ സംവിധാനമൊന്നുമില്ല. അപ്പോൾ എന്താ പറ്റുക? ഒരു സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിന് പരിധിയുണ്ട്. ആ പരിധിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എങ്കിൽ പിന്നെ ഒരു സോഷ്യൽ ആയിട്ടുള്ള ജാഗ്രതയാണ് ഉണ്ടാവേണ്ടത്, അല്ലേ? ഇപ്പം ഞാൻ പറയാം, മഹാമാരികൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ പ്രളയം ഉണ്ടാകുന്നു. നമ്മളെല്ലാം ഒറ്റക്കെട്ടായി ഇറങ്ങി നിന്നിട്ടല്ലേ പ്രവർത്തിക്കുന്നത്? അക്കാര്യത്തിനകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ സംഘടന മോശമാണോ? ഏതെങ്കിലും യുവജന സംഘടന മോശമാണോ? ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന മോശമാണോ? അല്ലല്ലോ. ഒറ്റക്കെട്ടായി പ്രവർത്തിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള ദുരന്തങ്ങളെ മറികടക്കുന്ന ആളുകളാണ്. അതിനകത്തൊക്കെ നല്ല മാതൃകയായിട്ടുള്ള സമൂഹവുമാണ് കേരളം. അപ്പോൾ ആ അർത്ഥത്തിൽ ഇവിടെ നമ്മൾ ഇനി ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം, സർക്കാർ ഇത് ചെയ്തുകൊള്ളുമെന്ന് വിചാരിക്കാനേ കഴിയില്ല. കാരണം സർക്കാരിന് ചെയ്യുന്നതിന് പരിധിയും പരിമിതിയും ഒക്കെ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു സ്കൂളിനെ മോണിറ്റർ ചെയ്യാം. പക്ഷേ ഈ സ്കൂളിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികൾ, ഒരു മൈതാനത്തെ നമുക്കിങ്ങനെ എല്ലാ സ്ഥലങ്ങളെയും നമുക്കിങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാൻ കഴിയില്ല. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യത്തിൽ സമൂഹം പൊതുവിൽ ജാഗരൂകരായിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. വളരെ ഞെട്ടിക്കുക. ഇപ്പോൾ താങ്കൾ തന്നെ എണ്ണി പറഞ്ഞതുപോലെ സ്കൂളിലെ കൊലപാതകങ്ങളുടെയൊക്കെ ഒരു കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമല്ലേ? കഴുത്തിലങ്ങ് കുത്തുകയാണ്. ആ ആക്ട് എന്ന് പറയുന്നത്. അപ്പം നിങ്ങളൊരു കത്തി കരുതുന്നുണ്ട്.
നിങ്ങളൊരു കത്തി കരുതിക്കൊണ്ടാണ് ഈ പറയുന്ന പിന്നെ തിരുവനന്തപുരത്തല്ലേ ഒരു സ്കൂൾ ബസ്സിൽ വെച്ചിട്ട് 9ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി മറ്റേ വിദ്യാർത്ഥിയെ കഴുത്തിനാണ് കുത്തുന്നത്. തേക്കുംകാട് മൈതാനത്ത് 2 സ്കൂൾ വിദ്യാർത്ഥികൾ 30 വയസ്സുള്ള ഒരാളെയാണ് തേക്കുംകാട് മൈതാനത്ത് കൊന്നത്. എന്താണ്? ലഹരി ഉപയോഗിക്കുന്നത് കണ്ടിട്ട് അയാൾ അതിനെ എതിർത്തു എന്നുള്ളത് കൊണ്ടാണ്. ഈ രീതിയിലാണ് കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളെ ക്രിമിനലായ മാനസിക നിലയിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഈ പറയുന്ന, അതും ഏറ്റവും ചെറിയ കുട്ടികൾ, തലമുറ. ഞാൻ പറയുന്നത് നമ്മൾ ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നു, അതിനുവേണ്ടി വലിയ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഉണ്ടാക്കുന്നു, വ്യവസായ വികസനത്തിന് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുന്നു, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സംസ്ഥാനത്തെ മുന്നേറ്റത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ മുന്നേറ്റത്തിൻ്റെ ഗുണഭോക്താക്കളായി മാറേണ്ട ഒരു തലമുറ ഇവിടെ എങ്ങനെയാണ് വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നൊരു പ്രശ്നമില്ലേ? അവരൊക്കെ തന്നെയും ഇത്തരത്തിലുള്ള ലഹരിക്കും ഒക്കെ അടിമപ്പെട്ട് ഒരു ആളുകളായി മാറുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു ഭാവി എന്താണ്? ഈ സമൂഹത്തിൻ്റെ ഒരു ഭാവി എന്താണ്? ഞാൻ പറയുന്നത് വളരെ അലാമിംഗ് ആയ സിറ്റുവേഷനാണിത്. ഇത് വളരെ അലാമിംഗ് ആണെന്നേ. ഈ സിറ്റുവേഷനൊന്നും നമ്മൾ വളരെ ലളിതമായി കാണണ്ട. അവിടെ ഒരു ചെറിയ കൊലപാതകം നടന്നു, അല്ലെങ്കിൽ ഇവിടെ ഒരു കൂട്ടയടി നടന്നു, അല്ലെങ്കിൽ അവിടെ ഒരു റാഗിങ് നടന്നു. ഇതൊക്കെ ചില സൂചനകളാണ്, ചില പുഴുക്കുത്തുകളാണ്. വളരെ പെട്ടെന്നാണ് ഇത് വ്യാപിക്കുക എന്ന് പറയുന്നത്. ഈ ചെറിയൊരു വൈറസ് വന്നിട്ട് വളരെ പെട്ടെന്നൊരു ലോകത്തെ മുഴുവൻ പിന്നെ എന്താ പറയുക, കോവിഡ് പോലൊരു മഹാമാരിയിൽ കൊണ്ടെത്തിക്കുന്നത് പോലെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ഇപ്പോൾ തന്നെ ഇത് തന്നെ കാലതാമസം സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തിലത്ത് എന്താ സംശയം? അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മൾ വൈകിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുമ്പിൽ നിശബ്ദരായി ഇരിക്കുകയാണ് എങ്കിൽ കേരളം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് പ്രവചിക്കാൻ കഴിയില്ല. കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നത് വളരെ അലാമിംഗ് ആണ്. അത് 10 വയസ്സിനും 20 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ആളുകൾ 90% ആളുകളും ഈ പറയുന്ന ലഹരി മാഫിയയുടെ പിടിയിലാണ് എന്ന് വന്നാൽ നമ്മളുടെ ഭാവി എന്താണ് എന്നുള്ളത് ആലോചിക്കണം. അത് ഒരു സർക്കാരിൻ്റെ മാത്രം പ്രശ്നമല്ല, മാധ്യമങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമല്ല, അത് ഏതാനും സന്നദ്ധ സംഘടനകളുടെ മാത്രം ഒരു ഉത്തരവാദിത്തമല്ല, മറിച്ച് അത് മൊത്തം സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. മൊത്തം സമൂഹം ജാഗരൂകമാകുമ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ നമുക്ക് നേരിടാനും മറികടക്കാനും കഴിയുക. കാരണം ഈ പറയുന്ന ക്രിമിനൽ ആക്ടിവിറ്റിയിലൊക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും ഭീഷണിപ്പെടുത്തുന്ന കാര്യം. അവർ കൊലക്കിരയാക്കുന്നത് അച്ഛന്മാരെയും അമ്മമാരെയും ഈ സഹോദരന്മാരെയും ഒക്കെയാണ്, അല്ലെങ്കിൽ പാടികളെയാണ് എന്നൊക്കെയുള്ള അങ്ങേയറ്റം നമ്മളെ വിഷമിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ദിസ് ഈസ് ആൻ അലാമിംഗ് സിറ്റുവേഷൻ. നമുക്ക് ഒരു വാണിംഗ് ആണിത്. ഈ വാണിംഗ് ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ട് വേണ്ട പ്രതിരോധത്തിലേക്ക് ഒരു സമൂഹം എന്ന നിലയിൽ ഒറ്റക്കെട്ടായി നമ്മൾ മുന്നോട്ട് പോയില്ല എങ്കിൽ ഇത് അപകടകരമായ ഒരു സാഹചര്യത്തിലേക്ക് നയിക്കും എന്ന കാര്യത്തിലുള്ള സംശയമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓരോ മലയാളിയും വായിച്ച് ഞെട്ടിക്കൊണ്ടിരിക്കുന്ന നിരന്തരമായ സംഭവങ്ങൾ, ആ സംഭവങ്ങളിലെ പ്രതികൾ എന്ന് പറയുന്നത് 12 വയസ്സും 13 വയസ്സും 14 വയസ്സും ഒക്കെ ഉള്ള കുട്ടികളായിരിക്കുമ്പോൾ അത് ആരോടും പറഞ്ഞ് മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. പക്ഷേ ഇവിടെ ഒരു സർക്കാരിനെ മാത്രം ബന്ധിപ്പിച്ചുകൊണ്ട് നിൽക്കാൻ കഴിയില്ല. ഒരു സമൂഹം എന്ന നിലയ്ക്ക് നമ്മൾ ഒറ്റക്കെട്ടായി ഈ പ്രശ്നത്തെ നേരിടേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് ഈ കാര്യത്തിൽ എൻ്റെ ടേക്ക്. ഒന്നിച്ചു നിന്ന് തടയേണ്ട ഏതാണ് ചോദ്യം? തീർച്ചയായിട്ടും ഒന്നിച്ചു നിന്ന് തടയണം എന്ന് തന്നെയാണ്. അതിനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. കോവിഡ് എന്നുള്ളത് ഒരു മഹാമാരിയായി നമ്മളുടെ വ്യക്തികളുടെ ജീവിതത്തെയാണ് ബാധിച്ചതെങ്കിൽ സാമൂഹിക മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഒരു മഹാമാരിയായി തീർന്നിരിക്കുകയാണ് ഈ കുട്ടികളിലെ അക്രമവാസനയും ഒപ്പം ലഹരിയും ലഹളയും വേണ്ട എന്നാണ് റിപ്പോർട്ടർ TV എടുത്തിരിക്കുന്ന നിലപാട്. കേരളത്തിലെ ജനങ്ങളെല്ലാം എടുത്തിരിക്കുന്ന നിലപാട്, മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന എല്ലാ സാംസ്കാരിക സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും എടുത്തിരിക്കുന്ന നിലപാട്. അതുകൊണ്ട് ഒരുമിച്ചു നിന്നു തന്നെ നമുക്ക് ഈ മഹാവിപത്തിനെ എതിരെ പോരാടണം. വില്യം ഗോൾഡിംഗ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ ലോർഡ് ഓഫ് ദി ഫ്ലൈസ് എന്ന് പറയുന്ന ഒരു പുസ്തകത്തെക്കുറിച്ച് ഇന്ന് രാമനുണ്ണി ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഒരു എഡിറ്റോറിയലിൽ. ആ പുസ്തകത്തിലെ ഒരു പ്രമേയം എന്ന് പറയുന്നത് വളരെ രസകരമാണ്. അതിലെ കഥാതന്തു എന്ന് പറയുന്നത് ഒരു യുദ്ധ പശ്ചാത്തലത്തിലാണ് ആ നോവൽ ഒരുങ്ങുന്നത്. ആ യുദ്ധ പശ്ചാത്തലത്തിൽ നിന്ന് അവിടെ നിന്നും രക്ഷപ്പെടുന്ന കുറച്ച് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടൊരു വൈമാനികൻ തീരുമാനിക്കുന്നു. വിമാനത്തിൽ ഈ വിദ്യാർത്ഥികളുമായിട്ട് വൈമാനികൻ പോകുന്ന വഴിയിൽ വിമാനം തകർന്ന് വൈമാനികൻ മരിക്കുന്നു. വിദ്യാർത്ഥികൾ ഒരു സുന്ദരമായ ദ്വീപിൽ അകപ്പെടുകയാണ്. അവിടെ കാഴ്ചകൾ ഒരുപാടുണ്ട്, അവർക്ക് ആസ്വദിക്കാവുന്ന സാധ്യതകൾ ഒരുപാടുണ്ട്. പക്ഷേ യുദ്ധപശ്ചാത്തലത്തിൽ വന്ന ഈ വിദ്യാർത്ഥികൾക്ക് അവിടുത്തെ കാഴ്ചകൾ കാണാനോ എക്സ്പ്ലോർ ചെയ്യാനോ രക്ഷപ്പെടാനോ അല്ല ആഗ്രഹം. പരസ്പരം അവർ അവിടെ ഗ്യാങ് വാർ ഉണ്ടാക്കി പരസ്പരം തമ്മിൽ തല്ലുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കഥ നമുക്ക് നൽകുന്നൊരു മെസ്സേജാണ്. എന്നിട്ട് ഒടുവിൽ എന്ത് സംഭവിച്ചു? അതിലൊരു കുട്ടി മരിക്കുന്നുണ്ട് ആ ഗ്യാങ് വാറിൽ. താമരശ്ശേരിയിലെ സംഭവം അക്ഷരാർത്ഥത്തിൽ ഈ പറയുന്ന ലോർഡ് ഓഫ് ദി ഫ്ലൈസ് എന്ന നോവലിലെ കഥാപാത്രം പോലെ, ആ കഥാതന്തു പോലെയാണ് നമുക്കിന്ന് മനസ്സിലാവുന്നത്. കുട്ടികൾക്ക് പഠിക്കേണ്ട സമയം സ്റ്റഡി ടൈം ആയിരുന്നു അവരുടെ 10ാം ക്ലാസ്സിൽ അല്ലേ. അതിനുശേഷം പരീക്ഷ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളാണ്. അവർ ഒരുമിച്ച് നിന്ന് നൈറ്റ് ക്യാമ്പിലോ അതല്ലാതെയോ ഒക്കെ ഒരുമിച്ച് ചേർന്നിരുന്ന് പഠിച്ച് സംശയ നിവാരണം നടത്തേണ്ട സമയം. ഒരുപാട് സാധ്യതകളുള്ളൊരു കാലം. നല്ല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന കുട്ടികൾ, ഇവർ നല്ല സ്കൂളിൽ പഠിക്കുന്നു. ട്യൂഷൻ സെൻറ്ററിൽ അവസാന നിമിഷം വരെയും കുട്ടികളെ പഠിപ്പിച്ച് ഒരു സെൻഡ് ഓഫ് പാർട്ടിയൊക്കെ കൊടുത്തു വിടുന്നു.
ആ വിദ്യാർത്ഥികൾ വളരെ ആസ്വദിച്ച് പഠിക്കുകയും ഒരുമിച്ച് നിന്നുകൊണ്ട് പരീക്ഷ എഴുതുകയും ചെയ്യേണ്ട ഘട്ടത്തിൽ പരസ്പരം പോർവിളികളുമായി നിന്ന് യുദ്ധം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കേരളത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 8ാം ക്ലാസ് 9ാം ക്ലാസ്സിനെ അടിക്കും, 9 10 അടിക്കും, 9 8 തമ്മിലടിക്കും. പക്ഷേ ഇതൊക്കെ ഒരുപക്ഷെ ആ പ്രിൻസിപ്പളിൻ്റെ ഹെഡ് മാസ്റ്ററിൻ്റെ കണ്ണുരുട്ടിൽ അവസാനിച്ചു പോവുകയോ പരമാവധി രക്ഷകർത്താക്കളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി പ്രശ്നം പരിഹരിച്ചു വിടുകയാണോ പതിവ്? അതിനു പകരം ബസ് സ്റ്റാൻഡിലേക്ക് സംഘാംഗങ്ങളായി പോവുകയോ ഏതെങ്കിലും വാട്സപ്പ് ചാറ്റുകൾ വഴിയോ സാമൂഹിക മാധ്യമ ചാറ്റുകൾ വഴിയോ പരസ്പരം മെസ്സേജുകൾ അയച്ച് ഒരു കൊട്ടേഷൻ സംഘം ഗ്യാങ് വാറിന് എങ്ങനെയാണോ ആഹ്വാനം ചെയ്യുന്നത് അതേ രീതിയിൽ ആഹ്വാനം ചെയ്ത ചരിത്രമൊന്നും നമ്മുടെ മുന്നിലില്ല. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു നാരങ്ങ മുട്ടായിയുടെ മധുരത്തിൽ, ഒരു കപ്പലണ്ടി മുട്ടായിയുടെ മധുരത്തിൽ ഒക്കെ അലിഞ്ഞു പോകാവുന്ന പിണക്കങ്ങളെ അന്നുണ്ടായിട്ടുള്ളൂ. വിദ്യാർത്ഥികൾ ഏതെങ്കിലും തരത്തിൽ കുറച്ചുകൂടി അതിന് കടന്നു പോവുകയാണെങ്കിൽ അവിടെ സമൂഹം ഒരുമിച്ചെത്തുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. അതൊന്നും രണ്ടുമല്ല, ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വരുന്നൊരു വാർത്ത കോട്ടയത്ത് നിന്നും ഒരു റിപ്പോർട്ട് ഇപ്പോൾ വരുന്നുണ്ട്. 4ാം ക്ലാസ്സുകാരന് കൊടുത്തിരിക്കുന്ന ചോക്ലേറ്റിൽ ലഹരിയുടെ അംശം കണ്ടെത്തിയിരിക്കുന്നു. സ്കൂളിലെ ക്ലാസ് മുറിയിൽ നിന്നാണ്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന ഒരു ചോക്ലേറ്റിലാണ് ലഹരിയുടെ അംശം കണ്ടെത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് വഴിച്ചിലിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. കാരണങ്ങളെല്ലാം നിസ്സാരമാണ്. കോന്നിയിലെ ബസ് സ്റ്റാൻഡ് വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടേണ്ട അങ്കത്തട്ടായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അവിടെയാണ് ഒന്നിച്ചു നിന്നുകൊണ്ട് നമ്മളതിനെ എതിർക്കണം എന്ന് പറയുന്നത്. ഒരു വർഷം ശരാശരി 300-ലധികം ജുവനൈൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സ്റ്റേറ്റാണ് കേരളം. എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു ദിവസം ഒരു കേസ് എന്ന നിലയിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. കോവിഡിന് ശേഷമാണ് ഈ വർധനമുണ്ടായിരിക്കുന്നത്. അതായത് കേരളത്തിൽ ഒരു ദിവസം ഒരു ജുവനൈൽ ക്രൈം രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. ഒന്നിലധികം വിദ്യാർത്ഥികൾ, 10നും 15നും വയസ്സിനിടയ്ക്ക് പ്രായമുള്ള കുട്ടികൾ ജുവനൈൽ ക്രൈമിൻ്റെ ഭാഗമായി ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്ന് പറയുന്നത് പോലെ അവനെ ജുവനൈൽ ബോർഡിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. 2, 3, 4 പരമാവധി 7 വർഷം വരെയാണ് കൊലപാതകത്തിനൊക്കെ ശിക്ഷയെങ്കിലും 3, 4 വർഷം കഴിയുമ്പോൾ അവൻ പുറത്തിറങ്ങും. അവൻ വിദ്യാർത്ഥിയാണ്. പക്ഷേ അവനെ ആ സാഹചര്യത്തിലേക്ക് നയിച്ചത് എന്താണ്? പല ഘട്ടങ്ങളിൽ പല സാഹചര്യങ്ങൾ നമ്മൾ വിലയിരുത്തുന്നുണ്ട്. ഒന്ന്, അവനെ സിനിമകൾ സ്വാധീനിക്കുന്നുണ്ടോ? ഇന്ന് വന്നിരിക്കുന്ന നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തതല്ലേ എങ്ങനെയാണ് വയലൻ്റായ സിനിമകൾ ഒരു സമൂഹത്തിൻ്റെ വയലൻസിനെ ബാധിക്കുന്നതെന്ന്. ഈ കുട്ടികൾ ഇന്ന് ചാറ്റ് ചെയ്തിരിക്കുന്ന ചാറ്റ് ഗ്രൂപ്പിലെ ഇൻസ്റ്റാ ചാറ്റ് ഗ്രൂപ്പിൻ്റെ ഐഡി എന്താണെന്നറിയാമോ? സ്ക്വിഡ് ഗെയിം എന്ന നെറ്റ്ഫ്ലിക്സിൽ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൗത്ത് കൊറിയൻ സീരീസിലെ ഒരു ഡോളാണ്. സ്ക്വിഡ് ഗെയിമിൻ്റെ ഡോളാണ് ഈ താമരശ്ശേരിയിലെ അക്രമകാരികളായിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഈ ഇൻസ്റ്റാഗ്രാമിൻ്റെ ID എന്ന് പറയുന്നത്. ആ നെറ്റ്ഫ്ലിക്സിൻ്റെ സീരീസ് ഞാൻ കണ്ടതാണ്. ആ നെറ്റ്ഫ്ലിക്സിൻ്റെ സ്ക്വിഡ് ഗെയിം സീരീസ് ഒരു പരിധി വരെ, അത് കഴിഞ്ഞാൽ വയലൻസ് നമുക്ക് സഹിക്കാൻ പറ്റില്ല, എക്സ്ട്രീം വയലൻസ് ഉള്ളൊരു സീരീസാണ്. ഈ സ്ക്വിഡ് ഗെയിമിൻ്റെ സീരീസ് അഡൾട്ട് സീരീസാണ്. എന്നാലോചിച്ച് നോക്കണം, 18 വയസ്സുള്ളവർ മാത്രം കാണാൻ കഴിയുന്ന ഒരു സീരീസ് 15 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണുന്നു എന്ന് മാത്രമല്ല, അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചേക്കാവുന്ന ഒരു സംഘർഷത്തിലേക്ക് പോകുന്നൊരു വാട്സപ്പ്, ഒരു ഇൻസ്റ്റാഗ്രാം ചാറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൻ്റെ ഐഡിയായി അതിൻ്റെ സ്റ്റാറ്റസ് ആയിട്ട് അത് ഇടുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് മാർക്കോയുടെ പല സീനുകളും ക്ലിപ്പിങ്ങുകളായിട്ട് കുട്ടികളുടെ കയ്യിൽ ഷെയർ ചാറ്റിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, ഈ പറയുന്ന ടെലിഗ്രാമിലൂടെ കുട്ടികളുടെ കൈകളിൽ എത്തിക്കൊണ്ടിരിക്കുക. സെൻസർ ബോർഡ് അഡൽട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്ന സിനിമയുടെ രംഗങ്ങളാണ്. അക്ഷരാർത്ഥത്തിൽ സെൻസർ ബോർഡ് ഇല്ലാതായിരിക്കും. ഇതൊരു കാരണം മാത്രമാണ് കേട്ടോ. ഏതെങ്കിലും കാരണവശാൽ ഒരു സിനിമ കൊണ്ട് ക്രിമിനലായി എന്നുള്ളതല്ല. പക്ഷേ സ്വാധീനം വലുതാണ് എന്നുള്ളത് നമ്മുടെ മുന്നിലെ ഈ തെളിവ് നമ്മളോട് പറയുന്നുണ്ട്. സ്ക്വിഡ് ഗെയിം ഡോൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചാറ്റ് ബോക്സ് ഉണ്ടാക്കി അവിടെ നിന്ന് പറയുന്ന വാചകം എന്താ? ഞെട്ടിപ്പോകുന്ന വാചകമല്ലേ? മുഹമ്മദ് ഷഹബാസിനെ കൊല്ലുമെന്ന് ഞാൻ പറഞ്ഞിരുന്നതല്ലേ, അവൻ്റെ ഒരു കണ്ണ് നോക്കാ കണ്ണില്ല എന്നാണ്. എത്ര നിർവികാരതയോടു കൂടിയാണ് 15 വയസ്സുള്ളൊരു കുട്ടി അത് പറയുക എന്നാലോചിച്ച് നോക്കി. എത്ര ഈ സഹാനുഭൂതി, കരുണ, വ്യക്തികളോടുള്ള സ്നേഹം, ഇതൊക്കെ ഉണ്ടാവേണ്ട പ്രായത്തിൽ അവൻ്റെ കണ്ണിടിച്ച് ഞാൻ കലക്കിയിട്ടുണ്ട് എന്ന് ആവേശകരമായി പറയുകയാണ്. അത് എങ്ങനെയാണ് ഈ കുട്ടിയുടെ മനസ്സിൽ ഒരു ഹീറോയിസമായി മാറുന്നതെന്നാണ് നമുക്കിനി മനസ്സിലാവാത്തത്. അതായത് ഒരു വയലൻസാണ് ഹീറോയിസത്തിലേക്കുള്ള ഏറ്റവും പ്രധാന വഴിയെന്ന് കുട്ടികൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. സീരീസുകളാവാം, ഗെയിമുകളാവാം, മറ്റേതെങ്കിലും തരത്തിലുള്ള ജനറ്റിക് അല്ല സോഷ്യൽ കണ്ടീഷനിങ്ങിൻ്റെ ഭാഗമാവാം. ഇന്നിപ്പോൾ ഇതിൽ ഒരു കുട്ടി, ആ നഞ്ചക്ക് ഉപയോഗിച്ചിരിക്കുന്ന കുട്ടിയുടെ അച്ഛൻ ഒരു ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളാണ് എന്നാണ് നമ്മളോട് രാവിലെ സംസാരിച്ച സമയത്ത് റൂറൽ SP പറഞ്ഞത്. നഞ്ചക്കുമായിട്ടാണ് അടിക്കാൻ വരുന്നത്. 5 പേർ ചേർന്ന് 50 പേരെ അടിച്ച് തകർക്കാൻ പോകുന്നു എന്ന രീതിയിലാണ് അവൻ വന്ന് ഈ കുട്ടികളെ തല്ലുന്നത് എന്നാണ്. എന്നിട്ട് തലയ്ക്ക് മാരകമായ ക്ഷതമാണ് അവൻ ഏറ്റത്. പുറത്ത് രക്തം വരാത്തത് കൊണ്ട് അവനെ അറിഞ്ഞില്ല. വീട്ടിൽ പോയി മണിക്കൂറുകൾ കഴിഞ്ഞപ്പോഴാണ് വായിൽ നിന്ന് നുരയും പതയും വരികയും ഒമിറ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. ആ സമയത്താണ് അവനെ ക്രിട്ടിക്കലായിട്ട് വെന്റിലേറ്ററിൽ ഇടുന്ന സമയത്ത് വീണ്ടും ഒരു വാട്സപ്പ് ചാറ്റ് പുറത്തു വരുന്നു. ഞാൻ പറഞ്ഞില്ലേ അവനെ അത് ചെയ്തത് കണ്ടില്ലേ? എന്നിട്ട് ഈ കുട്ടികളത് ഇവാലുവേറ്റ് ചെയ്യുകയാണ്.
5 പേര് ചേർന്ന് 50 പേരെ അടിച്ചു. മുഹമ്മദ് ഷഹബാസ് അത്രയേ ഉള്ളൂ, അടിച്ചിട്ട് തിരിച്ചടിച്ചില്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോൾ മുഹമ്മദ് ഷഹബാസ് ആ ട്യൂഷൻ സെൻ്ററിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നില്ല, ആ കൂവാൻ പോയ സ്ഥലത്തുണ്ടായിരുന്ന ആളായിരുന്നില്ല. 80 രൂപ വാപ്പ കൊടുത്ത് വൈകുന്നേരത്തെ ചായക്കുള്ള കടി വാങ്ങാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങിയ മുഹമ്മദ് ഷഹബാസ് എന്ന് പറയുന്ന ഒരു 15 വയസ്സുള്ള നന്നായി പഠിക്കുന്ന 10ാം ക്ലാസ്സുകാരനെ മറ്റു കൂട്ടുകാർ വന്ന് വിളിച്ചുകൊണ്ട് പോവുകയാണ്. അവിടെ അടി നടക്കുന്നു, നമ്മൾ സ്കൂളിൽ അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പേര് വരൂ എന്ന് പറഞ്ഞ് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചുകൊണ്ട് പോയ ആ കുട്ടികളടക്കം, ആ പ്രതിരോധിച്ച കുട്ടികളടക്കം, അവിടെ ഒരു സംഘർഷത്തിനുള്ള സാധ്യത ഉണ്ടാക്കിയവരടക്കം അതിന് ഉത്തരവാദികളാണ്. ആ കാര്യത്തിൽ സംശയമില്ല. പക്ഷേ പ്രശ്നം എന്താണ്? ഇതെവിടെയാണ് നമുക്ക് പാളിപ്പോകുന്നത്? എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ആ ഒരു എമ്പതി നമുക്ക് ഉണ്ടാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നത്? വൈകാരിക ബന്ധങ്ങൾ തകർന്നു പോകുന്നത് എവിടെയാണ്? പേരൻറ്റിങ് മുതൽ, ടീച്ചിങ് മുതൽ, സോഷ്യൽ കണ്ടീഷനിങ് മുതൽ, ഇതെല്ലാം ഓരോരോ ഘട്ടങ്ങളിലായി നമ്മൾ പറയേണ്ട കാര്യങ്ങളാണ്. ഒരു പരിധിവരെ ആത്മവിമർശനം എന്ന നിലയിൽ നമ്മൾ സംപ്രേഷണം ചെയ്യുന്ന വാർത്തകളിൽ നിന്നും കുട്ടികൾ പ്രചോദനം ഉൾക്കൊള്ളുന്നുണ്ടാവാം. ഇപ്പോൾ ഇതിപ്പോൾ ആത്മഹത്യയുടെ വാർത്ത വരുന്നു. നമ്മൾ ഓരോ തവണയും ആ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട് ആത്മഹത്യ ഒന്നിനും പരിഹാരമേ അല്ല എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും കുട്ടികളുടെ മനസ്സിൽ മറ്റെന്തോ ഒരു ടെക്സ്റ്റാണ് എത്തുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. പലപ്പോഴും പല ഡീറ്റെയിലിങ്ങുകളും ആ അർത്ഥത്തിൽ കുട്ടികളുടെ മനസ്സിൽ ഒരു ക്രിമിനലിനെ സൃഷ്ടിക്കുന്നുണ്ടോ എന്നതുപോലും സംശയിക്കേണ്ട സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മളുടെ മാനസികാരോഗ്യത്തെ, സമൂഹത്തിൻ്റെ മാനസികാരോഗ്യത്തെ ബാധിച്ചിരിക്കുന്ന മഹാമാരിയായി തീർന്നിരിക്കുകയാണ് ഈ ലഹരിയാണെങ്കിലും ശരി, ഒപ്പം തന്നെ ലഹളയാണെങ്കിലും ശരി. ഒന്നിച്ചു നിന്ന് എതിർക്കണം. ഏറെ ആശ്വാസകരവും പ്രതീക്ഷയും നൽകുന്ന കാര്യം എല്ലാ യുവജന സംഘടനകളും, രാഷ്ട്രീയ കക്ഷികളും, സർക്കാരും, പ്രതിപക്ഷവും, മാധ്യമ സ്ഥാപനങ്ങളുമെല്ലാം നമ്മൾ തുടങ്ങി വെച്ച ആ ക്യാമ്പയിനോടൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അത് എല്ലാവരുടെയും ആഗ്രഹങ്ങൾക്കൊപ്പമാണ് റിപ്പോർട്ടർ ടി വിയും നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി വരും ദിവസങ്ങളിലും റിപ്പോർട്ടർ ടി വിയുടെ വാർത്താ സംഘങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പോസിറ്റീവായ വാർത്തകൾ എത്തിക്കാൻ ശ്രമിക്കും. സൈക്കോളജിസ്റ്റുകളുടെ, സൈക്കാട്രിസ്റ്റുകളുടെ ഒക്കെ പ്രതികരണങ്ങൾ നമുക്ക് എടുക്കേണ്ടതുണ്ട്. വളരെ ഗൗരവത്തോടു കൂടി സ്കൂൾ അധികൃതർ ഇതിനെ കാണേണ്ടതുണ്ട് എന്ന് തന്നെയാണ് നമ്മുടെ പക്ഷം. ഒന്നിച്ചു നിന്നു തടയണ്ടേ എന്ന ചോദ്യത്തിന് ഒരുമിച്ചു നിന്നു തന്നെ നമ്മൾ തടയേണ്ടതുണ്ട്. ഈ കുഞ്ഞുങ്ങൾ നമ്മളുടെ വിലപ്പെട്ട നിധിയാണ്. ആ കുഞ്ഞുങ്ങൾ നമ്മുടെ കൺമുന്നിലൂടെ ക്രിമിനലുകളായി പോകുന്നത് കാണാനുള്ള ശേഷി നമുക്കില്ല. അതുകൊണ്ട് ഈ കുട്ടികളെ എത്രയും വേഗം തന്നെ നമുക്ക് ഒരു മെൻറ്ററിങ് നടത്തി വളരെ കൃത്യമായി അവരെ ചേർത്തണച്ചു പിടിച്ച് വൈകാരികമായ ഭാഷയിൽ തന്നെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ചേർത്ത് നിർത്തേണ്ടതുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. നമുക്ക് ഒരുമിച്ചു നിന്ന് തന്നെ തടയേണ്ടതുണ്ട്. ഒന്നിച്ചു നിന്ന് തടയണ്ടേ എന്നാണ് ചോദ്യം. ആൻറ്റോ ഗസ്റ്റ്. തീർച്ചയായിട്ടും തടയണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്നറിയോ, നമ്മുടെ കേരളത്തിലെ കലാലയങ്ങളിൽ നിന്ന് രാഷ്ട്രീയം പൂർണ്ണമായി മാറ്റപ്പെട്ടു. കലാലയ രാഷ്ട്രീയം ഇല്ലാതായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ എയ്ഡഡ് സ്കൂളിലായാലും അൺഎയ്ഡഡ് സ്കൂളുകളാണെങ്കിലും പിന്നെ ഗവൺമെൻറ് സ്കൂളുകളിലാണെങ്കിലും പല സ്കൂളുകളിലും ഇന്ന് ക്യാമ്പസ് രാഷ്ട്രീയം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടുണ്ടാകുന്ന വലിയൊരു വിപത്ത് എന്ന് പറയുന്നത് ഇവരെ ആരും നിയന്ത്രിക്കാനില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾ ഉള്ള ഏരിയയിൽ അതൊരു അച്ഛനമ്മമാർക്ക് അവർക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? അവരെ സ്കൂളിലേക്ക് കുട്ടികളെ വിടുന്നു. അത് കഴിഞ്ഞിട്ട് അവരെ ആര് നോക്കുമെന്ന് നോക്കിയാൽ എന്താ സംഭവിക്കുക? ഒരു ഗവൺമെൻറ് സ്കൂളിലെ അവസ്ഥ അറിയും. ഇപ്പോൾ മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ ഗവൺമെൻറ് സ്കൂളിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ 60 കുട്ടികളാണ്. ഈ 60 കുട്ടികളെ എങ്ങനെയാണ് ഒരു മാഷിന് നിയന്ത്രിക്കാൻ പറ്റുക, ഒരു ടീച്ചർക്ക് നിയന്ത്രിക്കാൻ പറ്റുക? അപ്പോൾ ഈ ഷഹബാസ് പഠിച്ച ക്ലാസ് പിന്നെ ഡിവിഷൻ എന്ന് പറയുന്നത് M ആണ്. അപ്പോൾ ABCDEFGHIJKLM എത്ര ക്ലാസ് മുറിയാ? ഈ അത്രയും കുട്ടികളെ ഒരു സ്കൂൾ 4000 സ്കൂൾ പഠിക്കുന്ന സ്കൂളാണ് MJ ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറയുന്നത്. അപ്പോൾ 4000 കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളിൽ അധ്യാപകർക്കും ഹെഡ്മാഷിനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അവരെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും, ആരിവരെ നിയന്ത്രിക്കും എന്നുള്ളതാണ്. അപ്പം ഇതുപോലെയുള്ള കുട്ടികളെ നമുക്ക് നിയന്ത്രിക്കാൻ നമ്മുടെ മുൻപിൽ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് എങ്ങനെ വിദ്യാർത്ഥികളെ ശിക്ഷിക്കണം, എങ്ങനെ ശിക്ഷണം ഉറപ്പാക്കണം, ഏതൊക്കെ ശൈലിയിൽ ഇവരെ വളർത്തണം എന്ന് ഏതെങ്കിലും ഒരു സർക്കാരോ ഏതെങ്കിലും ബാലാവകാശ കമ്മീഷനോ ഒരു സംവിധാനം പറയും. നമ്മളൊരു തീരുമാനം എടുത്തു. എന്താണെന്നറിയോ, കുട്ടികളെ തല്ലരുത്, അടിക്കരുത് എന്നുള്ളത് ഹൈക്കോടതി ഉത്തരവിട്ട് കൂടിയിട്ട് അതവിടെ നമ്മൾ ബ്ലോക്ക് ചെയ്തു. ശിക്ഷണത്തെ നമ്മൾ വൃത്തിയായിട്ട് ബ്ലോക്ക് ചെയ്തു. നമ്മളതിന് പറഞ്ഞ ന്യായീകരണങ്ങളും കാരണങ്ങളും ഒക്കെ വളരെ വലുതാണ്. അത് ശരിയാണ്. കാരണം കുട്ടികളെ ശിക്ഷിക്കാൻ പാടില്ല, അവരെ ശിക്ഷിക്കുന്നത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഈ കുട്ടികൾക്ക് എല്ലാവർക്കും ഇപ്പം എവിടുന്നോ ഒരു ധാരണ വന്നിരിക്കുകയാണ്. എങ്ങനെ നമ്മളെ ആരും ഉപദ്രവിക്കില്ല, നമ്മൾക്ക് ഏത് ശൈലിയിൽ വേണമെങ്കിലും ജീവിക്കാം, നമുക്ക് ആരോട് വേണമെങ്കിലും തർക്കുത്തരം പറയാം, ഏതൊക്കെ രീതിയിൽ സംസാരിച്ചാലും നമ്മളെ ഇപ്പോൾ പറഞ്ഞിട്ടില്ലേ, ഇപ്പം നമ്മളെ ചെയ്താൽ മാക്സിമം എത്ര വർഷം, 3 വർഷം എന്നുള്ളത് കുട്ടികൾ തീരുമാനിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? നമ്മൾ പണ്ട് കാലങ്ങളിലെ പോലെ 18 വയസ്സും 19 നമ്മളൊരു പൗരനാകുക എന്ന് പറയുന്നത് 18 വയസ്സിന് ശേഷമാണല്ലോ.
18 താഴെയുള്ളവരെല്ലാം നമ്മൾ കുട്ടികളായി കണക്കാക്കുക. പണ്ട് കാലത്തെ 18 വയസ്സെന്ന് പറഞ്ഞാൽ അവർ ആ അറിവ് എത്തുന്ന കാലം എന്ന് പറയുന്നത് 18 വയസ്സായിരുന്നു. അതോടുകൂടിയിട്ട് അവരൊരു മെച്യൂറാകുകയും അവർ കഴിയും. ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്നത് നിങ്ങൾ 5 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് മൊബൈൽ എടുത്ത് കൊടുത്ത് നോക്കിക്കേ, വേണ്ട 4 വയസ്സുള്ള കുട്ടിയുടെ അടുത്ത് മൊബൈൽ എടുത്ത് നോക്കി. ഇപ്പോൾ എൻ്റെ മോള് 3 വയസ്സാണ്. 3 വയസ്സുള്ള മോളുടെ കയ്യിൽ മൊബൈൽ എടുത്തോളൂ, അത് യൂട്യൂബ് എടുത്ത് അവർക്ക് ഏത് വീഡിയോ ആണോ വേണ്ടതെന്ന് അത് സെലക്ട് ചെയ്ത് ആ സെലക്ട് ചെയ്ത വീഡിയോ അവർക്ക് പ്ലേ ചെയ്യാൻ അവർക്കറിയാം. അവർക്ക് കറക്റ്റാണ്. അവരെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടില്ല, അവരെ നമ്മൾ വേറൊരു സാധനം പഠിപ്പിച്ചിട്ടില്ല, ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് പഠിപ്പിച്ചിട്ടില്ല, ഒരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല. എല്ലാ കുടുംബത്തിലെയും നിങ്ങളിപ്പോൾ യൂട്യൂബ് എടുത്ത 2 വയസ്സുള്ള കുട്ടികൾ നല്ല വൃത്തിയായി ഇംഗ്ലീഷ് സംസാരിച്ച് അവർ യൂട്യൂബ് വീഡിയോ ഗെയിം കാണുന്ന എത്രയോ വീഡിയോകൾ നമ്മുടെ കണ്ടില്ല, നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. 1.5 വയസ്സുള്ള കുട്ടികൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അപ്പോൾ അത്രയധികം പുതിയ കുട്ടികൾ ആ ശൈലിയിലേക്ക് വളർന്നു കഴിഞ്ഞു. അവർക്കൊന്നും 18 വയസ്സാകേണ്ട ഒരു കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷനിലില്ല. നമ്മൾ അത് ഇപ്പോൾ നിയമം അത് അനുവദിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ എന്താണ് യാഥാർത്ഥ്യം? അങ്ങനെയല്ല. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമ്മുടെ പഴയ കാലങ്ങളിൽ 25 വയസ്സിനും 30 വയസ്സിനും കിട്ടുന്ന അറിവ് ഇന്നത്തെ കുട്ടിക്ക് 12ാമത്തെ വയസ്സിൽ കിട്ടി എന്നുള്ളതാണ്. 11ാമത്തെ വയസ്സിൽ കിട്ടി. അവൻ ചെയ്യുന്ന ശൈലി അങ്ങനെയാണ്. നിങ്ങളിപ്പോൾ ആവേശം എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടു. ആവേശത്തിൻ്റെ സിനിമേൻ്റെ അവസ്ഥ എന്താ? ഒരു കുട്ടികൾ ഒരു ഗ്യാങ്ങിന് ഒരു നായകൻ്റെ അടുത്തേക്ക് പോകുന്നത് വില്ലൻ്റെ അടുത്തേക്കാണ് അവർ എത്തിപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അത് കണ്ട് ആവേശം കൊണ്ടുവന്ന പിള്ളേർക്ക് ആവേശം എന്ന് പറഞ്ഞ് പേരിട്ട് അതിനനുസരിച്ച് പാട്ടിട്ട് അതിനനുസരിച്ച് ശൈലി ഉണ്ടാക്കി വിദ്യാർത്ഥികൾ ആ ശൈലിയിലേക്ക് അതാണ് ഇപ്പോഴത്തെ ആവേശം എന്ന് പറയുന്നത്. ആ ശൈലിയിലേക്ക് മാറി. ആ പാട്ടാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും കാര്യമായിട്ട് ഷോകളിൽ ഇലുമിനാറ്റിയാണ് നമ്മൾ കണ്ടത് അല്ലേ? അത് കട്ടച്ചോര കൊണ്ട് സർബത്ത് കുടിക്കുന്ന കാലത്തേക്ക് ജനങ്ങൾ പിള്ളേരെത്തി എന്നുള്ളതാണ്, വലിയവരല്ല. അപ്പം നമ്മൾ എങ്ങനെയാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, ഏത് ശൈലിയെ നിയന്ത്രിക്കും എന്നുള്ളതാണ്. അപ്പോൾ 18 വയസ്സിൻ്റെ ഒരു സീലിംഗ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് പറ്റിയതാണോ? 18 വയസ്സിൻ്റെ സീലിംഗ് എന്നുള്ള പറയുന്നത് ഒരിക്കലും പറ്റിയതില്ല എന്നുള്ളത്. അത് നമ്മൾ എവിടുന്ന് അത് ഇന്നത്തെ സർക്കാരിനെ കൊണ്ട് അതിനൊരു തീരുമാനം എടുക്കാൻ പറ്റുമോ? ഒരാളെ കൊണ്ട് എടുക്കാൻ പറ്റില്ല. അത് രാജ്യത്തിൻ്റെതായ ഒരു തീരുമാനമാണ്. അത് എടുക്കേണ്ടത് കാലം അതിക്രമിച്ചു. പ്രത്യേകിച്ച് കേരളത്തിലെ അവസ്ഥ അതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇപ്പോൾ ഗവൺമെൻറ്റിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ബാലാവകാശ കമ്മീഷൻ ഒന്നും ചെയ്യാൻ പറ്റും. ഇതൊക്കെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഥ്യാധാരണയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം എന്താണ്? നിയമങ്ങൾ പാസ്സാക്കേണ്ടതും നടപ്പിലാക്കേണ്ടതും ആരാണ്? അതിന് പ്ലാനുകൾ ഉണ്ടാക്കുന്നതും ഒക്കെ ഗവൺമെൻറ്റാണ്. അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം അത് ഗവൺമെൻറ്റിൻ്റെ മുന്നിലാണ്. ഇതുവരെ നിങ്ങൾ ഈ പറയുന്ന കാലയളവിലുള്ള കുട്ടികളെ എങ്ങനെ വളർത്തണം എന്നുള്ള ഒരു ഗൈഡ് ലൈൻ കേരളത്തിലുണ്ടോ? ഏത് 18 വയസ്സുള്ള 7 വയസ്സുള്ള കുട്ടികളെ 8 വയസ്സുള്ള കുട്ടികളെ? പണ്ടത്തെ കാലത്തിന് പ്രത്യേകത എന്താണ്? ഒരു സ്കൂൾ എന്ന് പറയുന്നത് ഏതാണ്? LP സ്കൂൾ, UP സ്കൂൾ, ഹൈസ്കൂൾ, അങ്ങനെയാണല്ലോ പോയിക്കൊണ്ടിരുന്നത്. ഇന്നത്തെ കാലത്ത് എന്താ പറയുക? 1ാം ക്ലാസ് തുടങ്ങി +2 വരെ ഒറ്റ സ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒറ്റ സ്കൂളായി. സ്കൂളിൻ്റെ പ്രത്യേകത എന്താണ്? 10 വയസ്സുള്ള ഒരു പയ്യൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പയ്യൻ്റെ കയ്യിൽ ലഹരി കിട്ടിയെന്ന് വെക്കുക. ലഹരി കിട്ടി, അവൻ കഴിക്കുന്നത് അവൻ്റെ കൂടെ വരുന്ന 2ാം ക്ലാസ്സിലെ കുട്ടിയെ 3ാം ക്ലാസ്സിലെ കുട്ടിയെ കറിയാണ്. അപ്പോൾ അതവൻ വീട്ടിൽ പോയി പറയാതിരിക്കാൻ ഈ കൊച്ചിന് കൊടുക്കും. ഈ പറയുന്ന ശൈലി വരുന്നത് അങ്ങനെയാണ്. ആ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളെ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ കൂടെ നടക്കുന്നവൻ 2ാം ക്ലാസ്സിൽ അവൻ്റെ അനിയനോ അനിയത്തിയോ ആയിരിക്കും, അവനും കൊടുക്കും ഈ പറഞ്ഞ ഇത്. അതോടുകൂടി ആ കുട്ടി എന്തായി? 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4ാം ക്ലാസ്. അതാണ് ഉണ്ണി സാർ നേരത്തെ പറഞ്ഞതുപോലെ 10% അത് 10 വയസ്സിൽ താഴെയാണെന്ന് പറയാൻ കാരണം 10% ലഹരി ഉപയോഗിക്കുന്നത് 10 വയസ്സിൽ താഴെ. അത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്? ഇത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. നമ്മൾ എന്ത് ക്യാമ്പയിനാണ് കേരളത്തിലെ സ്കൂളുകളിൽ നടത്തിയിട്ടുള്ളത്? നമ്മൾ വിമുക്തി എന്ന് പറഞ്ഞിട്ട് കള്ളിനെതിരെ മദ്യത്തിനെതിരെ വിമുക്തി, കുടിച്ചവരെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വിമുക്തി നടത്തിക്കൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണിത്. ആ സംസ്ഥാനത്ത് വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് പിന്നോട്ട് നിർത്താൻ വേണ്ടി എന്തൊക്കെ സംവിധാനങ്ങൾ ചെയ്തു? നമ്പർ 1, നമ്മളൊന്നും ചെയ്തിട്ടില്ല ഈ സമയം വരെ. നമ്മളെങ്ങനെയാണ് ഏതൊക്കെ ശൈലിയിൽ നമ്മൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കണമെന്ന് വിദ്യാർത്ഥികളെ എത്ര സ്കൂളുകൾ ക്ലാസ് എടുക്കുന്നുണ്ട്? ഏതെങ്കിലും ഒരു പാഠ്യ വിഷയത്തിൽ ഇതൊരു പാഠ്യ വിഷയമായി വന്നിട്ടുണ്ടോ? ഈ അവസ്ഥയിൽ കേരളം എത്തിയില്ലേ? നമ്മൾ എത്തിച്ചിട്ടുണ്ടോ? നമ്മുടെ ബുക്കിംഗ് പാഠപുസ്തക സമ്പ്രദായം എന്ന് പറയുന്നത് 1988-ലും 90-ലും 95-ലാണ്. ഇപ്പോഴും നമ്മൾ കവിത പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മൾ ഇന്നത്തെ കുട്ടികൾ കവിത പഠിക്കാൻ പറ്റിയ ശൈലിയിലുള്ള കുട്ടികളാണോ? നമ്മൾ പണ്ടത്തെ കാലത്ത് കവിത പഠിക്കുക എന്ന് പറയുന്നത് അവരുടെ അടുത്ത് വേറെ ഓപ്ഷൻസ് ഇല്ല, അവരുടെ അടുത്തൊരു മൊബൈലില്ല, അവരുടെ ഡിജിറ്റൽ സംവിധാനങ്ങളില്ല, ഒരു വിധത്തിലുള്ള അറിവിൻ്റെ സംവിധാനമില്ല. അതുകൊണ്ട് എന്താണ് അത് കാര്യങ്ങളെല്ലാം ഇന്നത്തെ കുട്ടികൾക്ക് അതിൻ്റെ എല്ലാ ആവശ്യമുണ്ടോ? എല്ലാവരും മണിക്കൂറുകൾ വെച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ശൈലി പഠിക്കുന്നത് അങ്ങനെയല്ലേ? എല്ലാ കാര്യങ്ങളും കേരളത്തിലെ 18 വയസ്സിന് ശേഷം കാണേണ്ടത് എന്ന് ജനങ്ങൾ തീരുമാനിക്കുന്ന അല്ലെങ്കിൽ ഗവൺമെൻറ് തീരുമാനിക്കുന്ന എല്ലാ കാര്യങ്ങളും 1 വയസ്സ് തുടങ്ങിയുള്ള പിള്ളേർ കാണും. 1 വയസ്സ് തുടങ്ങിയപ്പോൾ അതിനെന്താ OTT, യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങി ഇൻസ്റ്റാഗ്രാം തുടങ്ങി നിരവധി സംവിധാനങ്ങളാണുള്ളത് അല്ലേ? പിന്നെ ഇപ്പോൾ സംഭവിച്ച രണ്ടാമത്തെ പ്രശ്നം എന്താണ്? യൂട്യൂബും ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന 2 സംവിധാനമാണ്. ഞാൻ വിചാരിക്കുന്നത് ഒരു 25 വയസ്സിന് ശേഷമുള്ള 80% ആൾക്കാരും ഉള്ളത് ഫേസ്ബുക്കിലാണ്. 25-30 വയസ്സിന് താഴേക്കുള്ളവർ മുഴുവൻ എവിടെ വന്നു? ഇൻസ്റ്റാഗ്രാമിൽ വന്നു. അത് വേറൊരു വൈബായി മാറി. ബാക്കിയുള്ള തന്ത വൈബും
ഇതെല്ലാം ഇവരുടെ Youth vibe. യൂത്ത് വൈബുമായി മാറി. ഇൻസ്റ്റഗ്രാം മാത്രമായി. ആ ഇൻസ്റ്റഗ്രാമിൽ വരുന്നത് നമ്മളിപ്പോൾ എന്താണ്, നമുക്ക് 2 ഓപ്ഷൻസാണ് നമ്മുടെ മുന്നിൽ. ഉണ്ണി സാർ ഇപ്പോൾ യൂസ് ചെയ്ത 2 മെസ്സേജിങ് സംവിധാനം എന്താണ്? ഒന്ന് പിന്നെ വാട്സപ്പ് ഉപയോഗിക്കും, രണ്ടാമത് നമ്മൾ സാധാരണ മെസ്സേജ് അയക്കും. അതല്ല യൂസ് ചെയ്യുന്നത്, വേറെ എന്ത് യൂസ് ചെയ്യുന്നുണ്ടോ? ഇന്നത്തെ കുട്ടികൾ അതല്ല, ഇൻസ്റ്റഗ്രാം മെസ്സേജ്, ഫേസ്ബുക്ക് മെസ്സേജാണ് അവരുടെ 3ാമത്തെ ചോയ്സാണ്. വാട്സപ്പ് അവരുടെ 3ാമത്തെ ഗ്രൂപ്പാണ് വാട്സപ്പ്. അവരുടെ ഗ്രൂപ്പ്, അവരുടെ ശൈലി. ഇന്ന് കേസ് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പോലും അതിനെക്കുറിച്ച് ധാരണയില്ല എന്നുള്ളതാണ്. അവരെന്താണ് ഉപയോഗിക്കുന്നത്, ഏത് ശൈലിയിലാണ് ഉപയോഗിക്കുന്നത്, ധാരണയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വളരെ വലുതാണ്. അതിന് വലിയ രീതിയിലുള്ള പ്ലാനിങ്ങുകളാണ് ആവശ്യം. അതിന് നമ്മൾ ഓരോരുത്തരും ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. ഇപ്പം നമ്മുടെ വീട്ടിലെ ഒരു കുട്ടിയുണ്ട്. ഈ കുട്ടി വീട്ടിൽ നിന്നിറങ്ങി സ്കൂളിൽ പോയി സ്കൂളിനെ എങ്ങനെ നിരീക്ഷിക്കണം, ആര് നിരീക്ഷിക്കണം, എങ്ങനെ നിരീക്ഷിക്കണം എന്ന് പറയുന്നത് സംവിധാനത്തിനകത്ത് നമ്മുടെ മുന്നിൽ ധാരണയില്ല. വീട്ടിൽ നിന്ന് രക്ഷിതാക്കളെ എങ്ങനെ നിയന്ത്രിക്കണം എന്നുള്ളതിന് ധാരണയില്ല. എങ്ങനെ ഇവർ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതിന് മുൻപ് ആരൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെ കാണുന്നുണ്ട് എന്നുള്ള ധാരണയില്ല. പണ്ടത്തെ കാലത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. എന്തായിരുന്നു അറിയോ? എല്ലാ നാട്ടുകാർക്കും ധാരണ മകനാണ് അറിയായിരുന്നു. ഇപ്പം എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇത് ഇന്നയാളുടെ മകനാണ് എന്നുള്ളത്. മുൻ കാരണവന്മാരുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. ഇന്നത്തെ കുട്ടികളെ ആരെങ്കിലും നിങ്ങൾക്കറിയോ? നേരെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായ കുറച്ച് ആൾക്കാരുടെ മക്കളാണ് എന്നുള്ളത് അറിയാം. വേറെ ഒരാൾ പൊതു ഇടങ്ങളിൽ നിരീക്ഷണം ഇല്ലാതായി. ആരുടെ മക്കളാണെന്നറിയില്ല, എവിടെയാണെന്നറിയില്ല, കണ്ടുകൂട്ടിയാൽ പോലും അറിയാത്ത അവസ്ഥയിലെത്തി. പൊതു ഇടങ്ങളിലെ നിരീക്ഷണം ഇല്ലാതായി എന്നുള്ളതാണ്. അപ്പം വലിയ രീതിയിലുള്ള ഇതുപോലെയുള്ള സംവിധാനങ്ങൾ വന്നു എന്നുള്ളതാണ്. വേറെ ഒരു കാര്യം എന്താണ്, ഇപ്പോൾ അരുൺ സാർ പറഞ്ഞു ചോക്ലേറ്റിൻ്റെ കാര്യം. നമ്മൾ കഴിച്ചിരുന്ന ചോക്ലേറ്റിൻ്റെ വില എത്രയാണ്? മാക്സിമം 5 രൂപയാണ്. അല്ലെ, 5 രൂപയിലും 5 നമ്മുടെ പരിപാടി നിന്നിരുന്നു. ഇന്നത്തെ 45 രൂപ കൊടുത്തിട്ട് കിൻഡർ ജോയ് കിട്ടണം മിനിമം കുട്ടിയൊക്കെ. 1ാം ക്ലാസ്സിൽ വരുന്ന കിട്ടിക്കും 45 രൂപേൻ്റെ കിൻഡർ ജോയ്. 45 രൂപേൻ്റെ കിൻഡർ ജോയിൽ എന്താ ഉള്ളത് എന്നുള്ളത് സ്റ്റഡി നടത്തുന്ന ഏത് സംവിധാനമാണ് കേരളത്തിലുള്ളത്? ആരെങ്കിലും ഉണ്ടോ? ഇതിനകത്ത് എന്തൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്, ഇതിൻ്റെ അകത്ത് ഏതെങ്കിലും സംവിധാനം ഉണ്ടോ എന്ന് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും സംവിധാനം ഒന്നുണ്ടോ? ഈ പറഞ്ഞ ചോക്ലേറ്റുകളും മിഠായികളും മുഴുവൻ ഈ കേരളത്തിൽ വിറ്റെടുക്കുന്നുണ്ടല്ലോ. ഇതാരാണ് മോണിറ്റർ ചെയ്യുന്നത്? ഇതെങ്ങനെയാണ് കുട്ടികളിലേക്ക് എത്തുന്നത് മോണിറ്റർ ചെയ്യുന്നു? എന്ന് പറഞ്ഞാൽ 700 രൂപയ്ക്ക് കൂലിപ്പണി എടുത്ത് വരുന്ന രക്ഷിതാവ് 45 രൂപേൻ്റെ കിൻഡർ ജോയ് മേടിച്ചു കൊടുക്കേണ്ട അവസ്ഥയായി ജനങ്ങളിൽ, വിദ്യാർത്ഥികളുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. അടുത്ത അവസ്ഥ എന്താ? 2 സെക്ഷനായി ഇപ്പം കേരളത്തിലെ 2 വിദ്യാഭ്യാസ സമ്പ്രദായം ഞാൻ പറയാം. ഒന്ന് എയ്ഡഡ് സ്കൂളുകൾ, അൺഎയ്ഡഡ് സ്കൂള്. എന്താ പറഞ്ഞാൽ ഫീസ് കൊടുക്കുന്ന കുട്ടികളെ നിയന്ത്രണം നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. ഞാൻ പറയാം, അവരെ അൺഎയ്ഡഡ് സ്കൂളിൽ എന്താണ്, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, ബസ് വരുന്നു, കൂട്ടുന്നു, അവരെ സ്കൂളിൽ കൊണ്ടുവിടുന്നു. അവിടുത്തെ സ്കൂളിലെ മാക്സിമം കപ്പാസിറ്റി 40 ഒരു ടീച്ചർക്ക്. അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് അവിടുന്ന് കുട്ടികൾ പോരുമ്പോൾ തന്നെ മെസ്സേജ് അയക്കും. അത് തിരിച്ചിവിടെ എത്തും. കുട്ടി വീട്ടിലെത്തി കഴിയുമ്പോൾ മെസ്സേജ് പോകും. അച്ഛനമ്മേൻ്റെ അടുത്ത് ടീച്ചർക്ക് അറിയാം. ഇതൊരു വലിയ രീതിയിലുള്ള ഒരു ക്യാമ്പയിനോട് വലിയ രീതിയിൽ പ്രശ്നങ്ങളില്ലാതെ പോകുന്നു എന്നുള്ളതാണ് അണ്ണൻ്റെ സ്കൂളിലെ പ്രശ്നം ഗുണം എന്ന് പറയുന്നത്. അല്ല, ഉണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണ്? രണ്ടാമത്തെ കാര്യം ഗവൺമെൻറ് സ്കൂളിലെ സാമ്പത്തികമായി വളരെ പിന്നോക്കമാണ് അവിടുത്തെ അവസ്ഥ. അവിടെ എന്ന് പറയുന്നത് എല്ലാവരും വന്ന് അവിടെ പഠിക്കുകയാണ്. അവിടെ ആരും, ചില സ്കൂളുകൾ, വളരെ ചുരുക്കം സ്കൂളുകൾ മാത്രം എന്ത് ചെയ്യുന്നു, പിള്ളേരെ സെലക്ട് ചെയ്തെടുക്കുന്നു. ബാക്കി സ്കൂളിൽ എല്ലാവരും വന്ന് പഠിക്കുന്നു. വന്ന് പഠിക്കുമ്പോൾ എന്താണ്, അവിടെ മോണിറ്റർ ചെയ്യേണ്ട സംവിധാനം. എന്നോട് ഇന്ന് ഒരു ടീച്ചർ വിളിച്ച്, ഈ നമ്മുടെ നോ ടു ഡ്രഗ്സിൻ്റെ ക്യാമ്പയിൻ കണ്ടിട്ട് എന്നോട് ടീച്ചർ വിളിച്ചിട്ട് പറയാണ്, എൻ്റെ സ്കൂളിൽ 60 പിള്ളേരാണ് പഠിക്കുന്നത്. 60 പിള്ളേർ പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ വന്നപാടെ ഞാൻ പറയും, പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ വൃത്തിയായിട്ടിരുന്ന് പഠിക്കണം, ഇല്ലാത്തവർക്ക് ഉറങ്ങാമെന്ന് പറഞ്ഞാൽ ബാക്കി സമയത്ത് തന്നെ 70% പിള്ളേരും മേശയിൽ തലവെച്ച് ഉറങ്ങാൻ തയ്യാറാണ്. കാരണം അപ്പോൾ അതിൻ്റെ അകത്ത് 30 പേരാണെങ്കിൽ 30 പേര് വൃത്തിയായിട്ടിരുന്ന് പഠിക്കുന്ന ടീച്ചർക്ക് അറിയാം. അതുകൊണ്ട് ആ പണി എടുക്കുന്നുള്ളൂ. ഈ കുട്ടീനോട് തൊടാൻ പറയില്ല, എന്താണ് തിരിച്ച് പറയുന്നതൊന്നും, ഏത് ശൈലിയിലാണ് ഇത് ടീച്ചർമാർക്ക് മാത്രം നിയന്ത്രിച്ച. അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഒരു പ്രശ്നം പണ്ട് കാലം ഉണ്ടാക്കിയ നമ്മുടെ ഹെഡ്മാഷിൻ്റെ റൂമിൽ എത്തുന്നതോടുകൂടി തീർന്നു. നമ്മുടെ മാക്സിമാണ് ഹെഡ്മാഷിൻ്റെ റൂം എന്ന് പറയുന്നത്. ഇത് ഹെഡ്മാഷിൻ്റെ റൂമിൽ ഇരുന്നിട്ടാണ് മെനിങ്ങാന്നൊരു പയ്യൻ പറയുന്നത്, നീ പുറത്തേക്ക് ഇറങ്ങിയ എന്നെ നിനക്ക് വേറൊരു സ്വഭാവമുണ്ട്, ചെറിയ പയ്യനാണ് പറയുന്നത്. അപ്പം അതിൻ്റെ ശൈലി നമ്മൾ അതിക്രമിച്ചെന്നുള്ളതാണ്. അപ്പം ഈ പറയുന്ന സംവിധാനങ്ങളിലെല്ലാം നമ്മൾ ഒന്നിച്ച് നിന്നേ തീരുള്ളൂ. റിപ്പോർട്ടർ ടിവിയെ സംബന്ധിച്ചിടത്തോളം റിപ്പോർട്ടർ ടി വി 100% ഇതിനൊരു അറുതി കാണുന്നത് വരെ നിൽക്കാം എന്ന് തീരുമാനിച്ച് തന്നെയാണ് ഈ ക്യാമ്പയിനായിട്ട് ഇറങ്ങിയത്. ജനങ്ങളും മാധ്യമങ്ങളും ഏറ്റെടുത്തുന്നതിൽ വളരെ സന്തോഷം. തടയേണ്ടേ എന്നാണ് ചോദ്യം. സുജയ.
ഒന്നിച്ചു നിന്ന് തടയേണ്ടതിന്റെ ഒരു ആവശ്യകത മുൻകാലങ്ങളെക്കാൾ വളരെ കൂടുതലായി നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ വളരെ മുൻപ് തന്നെ ഇങ്ങനൊരു തീരുമാനമെടുക്കുകയും വാർ അഗെയിൻസ്റ്റ് ഡ്രഗ്സ് അത് നമ്മൾ ലോഞ്ച് ചെയ്യുകയും ചെയ്തതിന് ശേഷം ഇപ്പോൾ ഷഹബാസിന്റെ മരണം കൂടി നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ, ഷഹബാസിന്റെ മരണം എന്നല്ല, ഷഹബാസിന്റെ കൊലപാതകം, അതൊരു കൊലപാതകമാണ്, ബ്രൂട്ടലായുള്ള ഒരു മർഡർ തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. അപ്പോൾ കലാലയങ്ങളിലേക്ക് കല എത്തുന്നത്, നമ്മൾ കോളേജുകളെ കലാലയങ്ങൾ എന്നാണല്ലോ വിശേഷിപ്പിക്കുന്നത്, സ്കൂളുകളെ വിദ്യാലയങ്ങളിൽ നിന്നും. അപ്പോൾ വിദ്യയോ കലയോ അഭ്യസിക്കുന്ന സ്ഥലങ്ങൾ എന്നുള്ളതല്ല, കലാപം അഭ്യസിക്കുന്ന സ്ഥലങ്ങളായി സ്കൂളും കോളേജും മാറുന്നു എന്നുള്ളത് നമ്മൾ നോക്കിക്കാണേണ്ട വിഷയമാണ്. അതിലേക്ക് ഈ ലഹരിയുടെ പങ്കാളിത്തം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതലായി കടന്നു വരുന്നുണ്ട് എന്നതും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. നേരത്തെ ഉണ്ണിസാർ അടക്കം കണക്കുകൾ ഇവിടെ സൂചിപ്പിച്ചതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ഈ കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നിട്ട് ഇപ്പോൾ 12 വർഷമായി, 2013 നിലവിൽ വരുന്നത്. കുട്ടികളുടെ റൈറ്റ്സ് ആണ് പ്രധാനമായും പരിശോധിക്കപ്പെടുന്നത്. കുട്ടികൾ അതിക്രമത്തിനിരയാകുമ്പോൾ, കുട്ടികൾക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോൾ, കുട്ടികൾക്കെതിരായ കേസസ് വരുമ്പോൾ എല്ലാ വിഷയങ്ങളിലും ബാലാവകാശ കമ്മീഷൻ ഇടപെടുന്നുണ്ട്. പക്ഷേ ഇന്ന് ബാലാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ തന്നെ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ മൊമെന്റിലാണ്. അതായത് ഇങ്ങനെ സംഭവിക്കുന്നു, കുട്ടികൾ തമ്മിൽ തല്ലുണ്ടാക്കുന്നു എന്ന വാർത്തകൾ പെരുകുമ്പോഴും അതൊരു കുട്ടിയുടെ ജീവൻ എടുക്കുമെന്ന് അദ്ദേഹം പോലും കരുതിയിട്ടില്ല. എന്ത് നമ്മൾ കരുതിയിരുന്നു? കാരണം പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ, കോന്നിയിൽ എല്ലായിടത്തുമുള്ള അടി, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇത് തൽക്കാലത്തേക്ക് അവരിപ്പോൾ ആ ഒരു കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അടിപിടി, അതിനപ്പുറത്തേക്ക് ഒരു കൊലപാതകം എന്നതിലേക്ക്, അതും പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കൊലപാതകം എന്ന നിലയിലേക്ക് കൗമാരക്കാരായ കുട്ടികൾ എത്തുമെന്ന് നമ്മൾ ഒരിക്കലും, നമ്മൾ എന്ന് പറഞ്ഞാൽ കേരളത്തിലുള്ള ഒരാൾ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല. പക്ഷേ അത് സംഭവിച്ചു കഴിഞ്ഞു. ഇനി സംഭവിക്കാനിരിക്കുന്നത് ഇതിലും വലിയ ദുരന്തമാണ്. അതുകൊണ്ട് ഒരു സമൂഹം ഒന്നായി ഇറങ്ങി നിന്ന് തടയേണ്ടത് കുട്ടികളിലെ അക്രമവാസനയാണ്. ആ അക്രമവാസനയിലേക്ക് അവരെ തള്ളിവിടുന്നതിൽ ലഹരിക്ക് പങ്കുണ്ട് എന്നതാണ് ഏറെക്കുറെ എല്ലാ പഠനങ്ങളും സൂചിപ്പിക്കുന്നത്. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ലഹരി അവരിലേക്ക് എത്തുന്നുണ്ട്. അത് ലഹരി വസ്തുക്കളുടെ ഉപയോഗമാകാം, അല്ലെങ്കിൽ അക്രമവാസന ഉണ്ടാക്കുന്ന കൂട്ടുകെട്ടുകളാകാം. ഈ അക്രമവാസന കാണിക്കുന്ന കുട്ടികൾ പിന്നീട് പോകാൻ പോകുന്നത് ഈ ലഹരി മാഫിയകളുടെ കയ്യിലേക്കാണ്, അവരുടെ കാരിയേഴ്സായി അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ടുള്ള ഗുണ്ടാ സംഘങ്ങളിലേക്കാണ്. ഇപ്പോൾ ആ വടിവാള് കൊണ്ട് ബർത്ത്ഡേ കേക്ക് വെട്ടിയ ദൃശ്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം പങ്കുവച്ചിരുന്നു. ഗുണ്ടാ നേതാവിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു, 2 ആഴ്ച മുൻപ് നടന്നതാണ്. അതിലെ ആഘോഷത്തിൽ പങ്കെടുത്ത കുട്ടികൾ 25 വയസ്സിന് കുട്ടികളെന്ന് പറയാം, 25 വയസ്സിന് താഴേക്കുള്ള യുവാക്കൾ, കൗമാരക്കാർ ഒക്കെ ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയധികം അവർ ആകർഷിക്കപ്പെടുകയാണ്. കൊല്ലിനോടും കൊലയോടുമുള്ള താല്പര്യം സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ തൻ്റെ മുന്നിൽ കാണുന്ന ഒരാളിൽ ആ പക തീർത്ത് കൊലപാതകത്തിലേക്ക് അല്ലെങ്കിൽ അത്രയും ക്രൂരമായ ആക്രമണത്തിലേക്ക് പോയി തന്നിലെ ഹീറോയെ ഉണർത്താൻ ശ്രമിക്കുന്ന കുട്ടികളായി നമ്മുടെ കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നേരത്തെ കേരളത്തിലേക്ക് വന്ന മയക്കുമരുന്ന് ബോട്ടിനെ കുറിച്ച് പറഞ്ഞല്ലോ. ആ മയക്കുമരുന്ന് ബോട്ട് ഞാൻ കരുതുന്നില്ല ഇത് ഒരു കാറ്റ് പിടിച്ച് വഴിതെറ്റി കൊച്ചിക്ക് വന്നതാണെന്ന്. അങ്ങനെ വന്നതല്ല. കൃത്യമായി കേരളം, കൊച്ചി ഒക്കെ ഈ മയക്കുമരുന്നിൻ്റെ ഒരു ഇടത്താവളമായി, അതായത് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ഒരു സ്ഥലമായും മയക്കുമരുന്ന് ഹബ്ബായും മാറിയിട്ടുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് നമ്മൾ ഇനി മറച്ചു വെച്ചിട്ട് കാര്യമില്ല. എല്ലാം ഓക്കെയാണ് എന്ന് നമ്മൾ പറയുന്നിടത്താണ് തെറ്റ്. അപ്പോൾ എല്ലാം ഓക്കെ അല്ല സാർ എന്ന് പറഞ്ഞ് തന്നെ നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. കേരളം നമ്മളിപ്പോൾ കൃഷി അടക്കമുള്ള കാര്യങ്ങളിൽ നമ്മൾ കഴിക്കുന്ന അരി അടക്കം നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ്. ഇവിടെയും അതെ, മയക്കുമരുന്നിൻ്റെ, ലഹരി വസ്തുക്കളുടെ, രാസലഹരിയുടെ കൺസ്യൂമർ സ്റ്റേറ്റായി, ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സ്റ്റേറ്റായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ 8-10 വർഷങ്ങൾക്കിടയിൽ കേരളത്തിലുണ്ടായ മാറ്റം എന്ന് പറയുന്നത് അത് കേവലം സർക്കാരിൻ്റെ പരാജയമോ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ പരാജയമോ മാത്രമല്ല, വ്യക്തികൾ എന്ന നിലയിൽ ഓരോരുത്തരുടെയും പരാജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പരാജയം ജീവൻ എടുക്കുന്നതിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. 80% കൗമാരക്കാരും കൂട്ടുകാർക്കൊപ്പമാണ് ലഹരി ഉപയോഗിക്കുന്നത്. കുട്ടികളുടെ കൂട്ടുകെട്ടുകൾ, കുട്ടികൾ ഇടപെടുന്ന സമൂഹ മാധ്യമങ്ങളിലെ ഇടങ്ങൾ അതേതാണ്? ഇപ്പോൾ 2010 മുതൽ ജനിച്ച കുഞ്ഞുങ്ങളെ നമ്മൾ ജെൻ ആൽഫ എന്നാണ് പറയുന്നത്. ജെൻ ആൽഫ എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ന് 2025 വെച്ച് നോക്കുമ്പോൾ 15 വയസ്സായ കുഞ്ഞാണ്. അപ്പോൾ 2010-നും 2025-നും ഇടയിൽ ജനിച്ച കുട്ടികൾ, ഈ ജെൻ ആൽഫ എന്ന് പറയുന്ന അവരെയാണ് ഇപ്പോൾ ടാർഗറ്റ് ഗ്രൂപ്പായി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അവർക്കിടയിലേക്ക് കൃത്യമായി നമ്മുടെ സംവിധാനങ്ങൾ ഇറങ്ങിച്ചെല്ലണം. കേവലം 1-2 വർഷത്തിൽ നടത്തുന്ന ബോധവൽക്കരണ ക്ലാസ് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണം. മോണിറ്ററിംഗ് സംവിധാനം എന്ന് പറയുന്നത് അറ്റ് ഹോം, അറ്റ് സ്കൂൾ ഓർ കോളേജ് അത് സംഭവിച്ചേ മതിയാകൂ. അതുപോലെ തന്നെ ഫ്രം ദ സൊസൈറ്റി ഓൾസോ അത് സംഭവിക്കണം. അത് സംഭവിക്കുന്നില്ല എന്നത് അത് സദാചാര പോലീസിംഗ് ആണ് എന്നൊക്കെ പറഞ്ഞ് തടയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകാം. പക്ഷേ അങ്ങനെയല്ല. ഒരു സമൂഹം മുഴുവൻ ഒറ്റക്കെട്ടായ ഒരു മോണിറ്ററിംഗിലേക്ക് ഇറങ്ങാതെ ഈ സംവിധാനത്തിൽ നിന്ന് നമുക്ക് പുറത്തു കടക്കാൻ കഴിയില്ല. 2016 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിനിടയിലുള്ള കണക്കാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. 360% മയക്കുമരുന്ന് ഉപയോഗത്തിൽ കേരളത്തിൽ വർധനയുണ്ടായിരിക്കുന്നത്. 2021-ൽ 25,000 പേരെ അറസ്റ്റ് ചെയ്തു. നമ്മൾ കുറ്റകൃത്യങ്ങളിൽ പിടിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ 2024-ൽ 330 പേരാണ് കേരളത്തിൽ കൊല്ലപ്പെട്ടത്. ആ കൊല്ലപ്പെട്ടതിൽ ഭൂരിഭാഗവും ആ കുറ്റകൃത്യം ചെയ്തിരിക്കുന്ന പ്രതികളെന്ന് പറയുന്നത് ലഹരി മരുന്ന് ഉപയോഗിക്കുന്നവരാണ്. ആ കണക്കൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഈ രാസലഹരി പരിശോധനകൾ നടക്കുന്നുണ്ട്, പിടിക്കപ്പെടുന്നുണ്ട്, കേസെടുക്കുന്നുണ്ട്. പക്ഷേ അതൊക്കെ ഈ ചില്ലറ വിൽപ്പനക്കാരാണ്. പ്രധാന കണ്ണിയിലേക്ക് ഇപ്പോൾ കൊച്ചിയിലടക്കം എത്രയോ കേസുകളുണ്ടായി. മോഡലുകൾ കൊല്ലപ്പെട്ട സംഭവമടക്കം എല്ലാ കേസുകളിലും എന്താണ് തെന്നി മാറുകയാണ്. പൂർണ്ണമായി
കൃത്യമായി എവിടെയാണോ ആ കിങ് പിൻ അതിലേക്ക് അന്വേഷണം എത്തുന്നില്ല, അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് വന്ന ആ ലഹരിമരുന്ന് ബോട്ട് അത് വെറുതെ വന്നതല്ല, അതിൻ്റെ കണ്ണി കൊച്ചിയിലുണ്ട്, കേരളത്തിലുണ്ട്. അവരെ പിടിക്കാനായി നമ്മുടെ സംവിധാനങ്ങൾക്ക് കഴിയുമെങ്കിൽ ആ ചങ്കൂറ്റമാണ് കാണിക്കേണ്ടത്. അത് ഒരു സമൂഹത്തെ മുന്നിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള ചങ്കൂറ്റമാണ്. അത് സർക്കാരിനുണ്ടാകണം. മാധ്യമം എന്ന നിലയിൽ നമ്മൾ ആ ചങ്കൂറ്റം കാണിക്കാൻ എന്തായാലും തീരുമാനിച്ചിരിക്കുകയാണ്. ഒരുമിച്ച് ഉത്തരവാദിത്വത്തോടുകൂടി ഒരുമിച്ച് നിന്ന് നമുക്ക് ഈ വിപത്തിനെ എതിരിടേണ്ടതുണ്ട്. തീർച്ചയായും സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് ഒരുമിച്ച് നിന്ന് തന്നെ പോരാടാം. ഇതൊരു മഹാവ്യാധിയാണ്. സാമൂഹിക മനസ്സിനെ ബാധിച്ചിരിക്കുന്ന ഈ വിപത്തിനെതിരെ ശക്തമായ പോരാട്ടം ആവശ്യമാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. Meet the editors.